ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നഴ്സിങ്ങിൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കമൻസുകൾ വരുന്നത് ഏജൻസി ഏതൊക്കെ വഴിയാണ് നിങ്ങൾ പോയത്, നിങ്ങൾ തിരഞ്ഞെടുത്ത ഏജൻസി നല്ലതാണോ, ആ ഏജൻസി എങ്ങനെയാണ് ഒരു നല്ല ഏജൻസി നിങ്ങൾ കണ്ടുപിടിച്ചത് എന്നുള്ള കുറേ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ വന്നു കഴിയുമ്പോഴും കുറേ പിള്ളേർ ചോദിക്കും, ചേച്ചി ഏത് ഏജൻസി വഴിയാണ് പോയത്, നല്ല ഏജൻസി ആയിരുന്നോ, അവരുടെ റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയുണ്ട്, അവരുടെ ഫീസ് എത്രയാണ്, ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് സർവീസ് ചാർജ് എത്രയാണ് ചേച്ചി, പിന്നെ ചേച്ചിക്ക് അവിടെ പോയിട്ട് വല്ല കുഴപ്പമുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ ഏത് ഏജൻസി വഴിയാണ് വന്നത്, അവരുടെ ഏജൻസി വഴി വന്നിട്ട് എനിക്ക് വല്ല കുഴപ്പമുണ്ടായിട്ടുണ്ടോ, റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നിട്ടുണ്ടോ, അതേപോലെ തന്നെ സർവീസ് ചാർജ് എത്രയായിരുന്നു, അതേപോലെ അവരുടെ സ്റ്റാഫിൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മളോടുള്ളത് എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ ഇത് കുറേ ഈ നഴ്സിങ്ങിൻ്റെ ചാനലുകളിലെല്ലാം ഞാൻ പൊതുവേ കണ്ടിരിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഏത് ഏജൻസി, എങ്ങനെ നല്ല ഒരു ഏജൻസി കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഒരു ആൻസറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് തിരക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പോകാൻ ഉദ്ദേശിക്കുന്ന ഏജൻസി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്ന ഇതിൻ്റെ അംഗീകാരം അല്ലെങ്കിൽ ലൈസൻസ് ഉള്ളതാണോ എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിദേശത്തേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഏജൻസികൾക്ക് കൊടുക്കുന്ന ഒരു ലൈസൻസാണ് ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ. ആ ലൈസൻസ് ഇല്ലാത്ത ഒരു ഏജൻസിക്ക് നിയമപരമായിട്ട് ഗൾഫ് കൺട്രീസിലേക്ക് അല്ലെങ്കിൽ അബ്രോഡ് ജോബ് വേക്കൻസിയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ സെർച്ച് ചെയ്യുന്നതിൻ്റെ കാര്യം ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരു ഏജൻസി വഴി ഞാൻ ഈ നഴ്സിംഗ് ഇതിൽ ഗൾഫ് കൺട്രീസിലേക്ക്, ഉദാഹരണം സൗദി ഇരിക്കട്ടെ, സൗദിയിലേക്ക് വരാനായിട്ട് ഉദ്ദേശിച്ചു. ആ സമയത്ത് ഞാൻ ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഇവർ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസി ആണോ എന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്യാൻ വിട്ടുപോയി. കൂടാതെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അവർ ഇത് ചെയ്ത ഒരു ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു. അവർക്ക് കുറച്ച് പൈസ, അവർ പറഞ്ഞ പൈസ, ഓരോ പ്രോസസ്സിങ്ങിനും അതിൻ്റേതായ പൈസ അവർ ചോദിച്ചതെല്ലാം ഞാൻ കൊടുത്തു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ ഒരു ഇതും ഇല്ല, ഒരു റെസ്പോൺസും ഇല്ല. അവരുടെ സോഷ്യൽ മീഡിയ ഇതൊക്കെ നോക്കിയപ്പോൾ ഒന്നും കിട്ടുന്നില്ല, ആക്റ്റീവല്ല എന്നുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അവകാശമുണ്ട് പരാതിപ്പെടാനായിട്ട്. പരാതിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏജൻസി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ലൈസൻസ് നേടിയ ഒരു ഏജൻസി, ഈ ലൈസൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഏജൻസിക്കാർ അറൗണ്ട് ഒരു 50 lakh rupees അവരവിടെ ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ കെട്ടിവെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ആ ഗൾഫ് കൺട്രീസിലേക്ക് അല്ലെങ്കിൽ അബ്രോഡ് ജോബ് വേക്കൻസിയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ആ ഒരു ലൈസൻസ് കിട്ടത്തുള്ളൂ. അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ഒരു ഏജൻസിയാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്തതെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു പ്രശ്നം വരുമ്പോൾ, എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയൊരു പ്രശ്നം വന്നു, ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു, ഇന്ന ഏജൻസി എന്നെ ഇങ്ങനെ പറ്റിച്ചു, ഇത്ര പൈസ എൻ്റെ കയ്യിൽ നിന്നും ഞാൻ മേടിച്ചു, പിന്നെ ഇപ്പോൾ ഒരു റെസ്പോൺസും ഇല്ല എന്ന് പറഞ്ഞ് ഞാനൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ, പക്ഷേ അങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോഴത്തേനും ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ലൈസൻസ് ഇല്ലാത്ത ഒരു ഏജൻസി ആണെങ്കിൽ അപ്പോൾ അത് നമുക്കായിരിക്കും പ്രശ്നം വരുന്നത്. കാരണം നിങ്ങൾ എന്തുകൊണ്ട് അത് അന്വേഷിക്കാതെ നിങ്ങൾ ഈ ഏജൻസിക്ക് കൊണ്ട് ഒരാളിങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഏജൻസി വഴി ഇങ്ങനെ പറഞ്ഞു പൈസ കൊടുത്തു എന്നുള്ള ചോദ്യം നമുക്കാണ് വരുന്നത്. നമ്മൾ മുടക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടാനും പോകുന്നില്ല. എന്നാൽ ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ലൈസൻസ് ഉള്ള ഒരു ഏജൻസി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്, കാരണം അവർ നമുക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ ആ പ്രോസസ്സിങ്ങിൻ്റെ പകുതിയായപ്പോൾ അവർ നമ്മളെ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ഇത്രയും പൈസ അവർക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പരാതി ചെയ്ത് കഴിഞ്ഞാൽ പോലീസിന് അത് FIR കേസ് രജിസ്റ്റർ ചെയ്ത് അവരുടെ ഇതിൽ കേസാക്കാനുള്ള ഒരു അവകാശം ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ എത്ര രൂപയാണോ മുടക്കിയത് ആ രൂപ നമുക്ക് തിരിച്ച് ആ കമ്പനി തന്നെ നമുക്ക് തരേണ്ടി വരും. അതുകൊണ്ട് ഈ വെളിയിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ, നേഴ്സായിക്കോട്ടെ വേറെ എന്ത് പ്രൊഫഷൻ ആയിക്കോട്ടെ, നമ്മൾ വെളിയിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ
ലൈസൻസ് ഉള്ള ഏജൻസി ആണോ എന്നാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് വേറെ കൂട്ടുകാരോടോ നാട്ടുകാരോടോ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇപ്പോൾ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണ്. എല്ലാവരും ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഇങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നവർ അത് അറിയാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ഏജൻസി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ റിക്രൂട്ടിംഗ് ഏജൻസീസ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഒരു സൈറ്റ് വരും. ആ സൈറ്റിൽ നിന്ന് നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസിയുടെ ലിസ്റ്റ് PDF ആയിട്ട് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ആകും. അപ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഏജൻസി ഉണ്ടോ എന്ന് ആദ്യം കണ്ടുപിടിക്കുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കാരണം നമുക്ക് അറിയില്ല, ഓരോ ഏജൻസി വഴി നമ്മുടെ കൂട്ടുകാർ പോയി, അവർ പോയി, ഇവർ പോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയത്തില്ല ഈ ഏജൻസിയിൽ നിന്ന് പോയിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ചെന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇന്ന ഏജൻസി വഴിയാണ് ഇയാൾ പോകുന്നതെന്നറിയാം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായെന്ന് വരത്തില്ല. പിന്നെ അവരോട് ചോദിച്ചാൽ അവർ പറയും കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ടാവും. ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എല്ലാം ഇങ്ങനെയാണെന്ന് കരുതി സംസാരിക്കുന്നവരുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റി നമ്മൾ എപ്പോഴും നോക്കുക. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതേപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസി ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് സെർച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം എനിക്ക് ഒരു ഏജൻസി വഴി എനിക്ക് വെളിയിലേക്ക് പോകണം എന്നുള്ളപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഞാനൊരു ഏജൻസി മനസ്സിൽ കണ്ടിട്ടുണ്ട്. ആ ഏജൻസിയിൽ എൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങനെയാണ് പോയത് എന്നുണ്ടെങ്കിൽ ഞാനത് സെർച്ച് ചെയ്യുവാണ്. അതപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഇവർക്ക് ലൈസൻസ് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായെന്നിരിക്കട്ടെ. പക്ഷേ അപ്പോൾ ഞാൻ അവരെ ഇമ്മീഡിയറ്റ്ലി ഞാൻ കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് ഞാനിത് ഈ ഏജൻസിയിൽ കോൺടാക്റ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് ഓരോ ദിവസവും അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കും, അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ചില സാഹചര്യം കൊണ്ട് ചിലപ്പോൾ ഈ ഏജൻസിയുടെ ലൈസൻസുകളൊക്കെ കട്ടായിട്ടിരിക്കാം ചില കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ 3 മാസം കഴിഞ്ഞാണ് ഈ ഏജൻസിനെ കോൺടാക്റ്റ് ചെയ്യാനിരിക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ എന്നാണോ കോൺടാക്റ്റ് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് ഈ രജിസ്റ്റർ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ലിസ്റ്റ് ഒന്നുകൂടി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പുതുതായിട്ട് എടുക്കണം. അപ്പോൾ അന്ന് മുതലുള്ള നമുക്കതിനകത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളൊരു ഏജൻസി കണ്ടുപിടിച്ചു, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ലൈസൻസ് ഉള്ള ഒരു ഏജൻസിയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് ഇത് ഡയറക്റ്റ് ഏജൻസിയാണോ അതോ സബ് ഏജൻസിയാണോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഏജൻസിയോട് തന്നെ ചോദിക്കണം, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഏജൻസിയാണോ റിക്രൂട്ട് ചെയ്യുന്നത് അതോ നിങ്ങൾ സബ് ഏജൻസിയാണോ, നിങ്ങൾക്ക് മേലെയായിട്ട് വേറെ ഒരു ഏജൻസി ഉണ്ടോ എന്നുള്ളത് നമുക്ക് അവരോട് ചോദിക്കാം. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഡയറക്റ്റ് ഏജൻസി ആണെങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങളത് പ്രിഫർ ചെയ്യാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ സബ് ഏജൻസി വരുമ്പോഴത്തേനും നമുക്ക് കുറേ സർവീസ് ചാർജിലൊക്കെ കുറേ വ്യത്യാസങ്ങൾ വരും. കാരണം ഈ സബ് ഏജൻസി വഴി നമ്മൾ റിക്രൂട്ട് ചെയ്ത് പോകുമ്പോഴത്തേനും നമ്മുടെ സർവീസ് ചാർജിൽ ഈ ഡയറക്റ്റ് ഏജൻസി കൊടുക്കുന്നതിനേക്കാളും ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഡയറക്റ്റ് ഏജൻസി കൊടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ പൈസ അവരുടെ ഏജൻസിയിലേക്ക് കൊടുക്കും. പക്ഷേ എന്നാൽ സബ് ഏജൻസി വഴി കൊടുക്കുമ്പോൾ ഇതിൽ ഒരു ഭാഗം പൈസ അവർ സബ് ഏജൻസിക്കാരെടുക്കും, അത് കഴിഞ്ഞിട്ടുള്ള പൈസ ഡയറക്റ്റ് ഏജൻസിക്കും കൊടുക്കണം. അങ്ങനെ രണ്ടായിട്ട് നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മുടെ പേയ്മെൻറ്റ് ഇരട്ടിയാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ കാരണങ്ങളുള്ളത് കൊണ്ട് നിങ്ങളെപ്പോഴും സബ് ഏജൻസി നോക്കാതെ ഡയറക്റ്റ് ഏജൻസി നോക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഏജൻസി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഏജൻസി തിരഞ്ഞെടുത്തു, അതിനുശേഷം നമ്മൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വന്ന ഏജൻസി, ഇനി നമ്മൾ തമ്മിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ വന്ന ഏജൻസിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. കാരണം എനിക്ക് ജെന്യൂനായിട്ട് ആണെന്ന് തോന്നിയ ഒരു ഏജൻസിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നുമല്ല, അഡ്വർടൈസ്മെൻറ്റ് വീഡിയോയും അല്ല. ഇത് എനിക്ക് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വരുന്ന സമയത്ത് ഞാൻ 2 വർഷം മുന്നെയാണ് ആ ഏജൻസി വഴി ഞാൻ ഇവിടെ കയറി വന്നത്. ആ കയറി വന്ന സമയത്ത് ഞങ്ങൾ 29 പേരാണ് വന്നത്. അതിൽ ഞങ്ങളൊരു 8 പേര് ഈ ഏജൻസി വഴിയാണ് വന്നത്. അപ്പോൾ മറ്റുള്ള കൂട്ടുകാരുടെയൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേനും അവർക്ക് മതിയായ ഇൻഫർമേഷൻസോ കാര്യങ്ങളോ കൊടുക്കാതെയാണ് ഏജൻസി അവരെ റിക്രൂട്ട് ചെയ്ത് ഇങ്ങോട്ട് വിട്ടതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ ഏജൻസി വഴി വന്ന 8 പേർക്ക് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല.
ആയിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് കുട്ടികൾ വരുന്നുണ്ട്. അവരിൽ പലരും ഈ ഏജൻസി വഴിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾ ഈ ഏജൻസി വഴി തന്നെ വരണമെന്ന്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ചൂസാണത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏജൻസി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക. അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഇതായിട്ടുള്ള ഏജൻസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതൊരു സേഫായിട്ടുള്ള ഇതാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ ആ ഏജൻസി ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ വന്ന ഏജൻസി നമ്മുടെ കൊച്ചിയിലെ പറഞ്ഞ പോലെ കൊച്ചിയിലെ ജെറി വർഗീസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഏജൻസിയാണ്. അവരുടെ ഏജൻസിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ റിക്രൂട്ട്മെൻറ്റ് വളരെ സിമ്പിളാണ്. അതേപോലെ തന്നെ വളരെ സേഫാണ്. അതേപോലെ തന്നെ നമ്മുടെ ആദ്യമേ അവർ 2 ഇൻ്റർവ്യൂ ആണ് എനിക്ക് വേണ്ടി കണ്ടക്ട് ചെയ്തത്. ആ കണ്ടക്ട് ചെയ്ത സമയത്ത് ഞാൻ MOHൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു, MODയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് MOHൻ്റെ ഇൻ്റർവ്യൂ അവരുടെ നമ്മുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ നോക്കി, അതേപോലെ MODയുടെ നോക്കി എനിക്ക് നല്ലതാണെന്ന് തോന്നിയതാണ് ഞാൻ MOD സെലക്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ MODയുടെ പ്രോസസ്സിങ് ചെയ്തു തുടങ്ങിയത്. എൻ്റെ പ്രോസസ്സിങ് ഏകദേശം ഒരു 4 to 5 മാസം കൊണ്ട് അവർ കംപ്ലീറ്റ് ആക്കി ഞാനിവിടെ കയറി വന്നു. എന്നാൽ ചില ഏജൻസികളൊക്കെ നമ്മളോട് പറയും 3 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ടൊക്കെ കയറിപ്പോരാന്ന്. അത് ശരിയാണ്, നമുക്ക് 3 മാസം കൊണ്ടും 2 മാസം കൊണ്ടും ഒക്കെ കയറിപ്പോരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രോസസ്സിങ് എല്ലാം ഫുൾ കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ വരുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. ഞാൻ എക്സാമും എഴുതി പ്രോമെട്രിക് എക്സാം പാസ്സും ആയതിനു ശേഷമാണ് ഞാൻ സൗദിയിൽ കയറി വന്നത്, മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 4 അല്ലെങ്കിൽ 5 മാസം മാക്സിമം നമുക്ക് എടുക്കും ഈ ഇത് റിക്രൂട്ടായിട്ട് വരാനായിട്ട്. അപ്പോഴത്തേനും നമ്മൾ അത്രയും നാളൊക്കെ വെയിറ്റ് ചെയ്തതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് അവരുടെ ആ പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത് 4 to 5 മാസമാണ് എടുത്തത്. എനിക്ക് എല്ലാ പ്രോസസ്സിങ്ങും നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. മറ്റുള്ള ഏജൻസികളെ അപേക്ഷിച്ച് അവരുടെ ഫീസ് എന്ന് പറയുന്നത് എനിക്കൊരു 60,000 to 1 lakh അടുത്തേ വന്നിട്ടുള്ളൂ സർവീസ് ചാർജ് എന്ന് പറയുന്നത്. എന്നാൽ മറ്റുള്ള ഏജൻസികൾ 3 lakh 4 lakh 5 lakh വരെ മേടിച്ച ഏജൻസികൾ വഴി വന്ന കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയും 60 അല്ലെങ്കിൽ 70,000 എന്നൊക്കെ പറയുമ്പോഴത്തേനും അവർക്ക് ഒരുപാട് അവരിങ്ങനെ ആലോചിക്കും, ദൈവമേ ഞാൻ ഇത്രയും കൊടുത്താണല്ലോ വന്നത്, ഇത് ഏത് ഏജൻസിയാണെന്നൊക്കെ എങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയുന്നു ഇതാണ് എൻ്റെ ഏജൻസി എന്ന് പറയുമ്പോഴത്തേനും ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും അത്രയൊക്കെ എമൗണ്ടുകളൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഫീസിൻ്റെ കാര്യം, അവരുടെ സർവീസ് ചാർജിൻ്റെ കാര്യം അതങ്ങനെ. അതുകൂടാതെ എൻ്റെ ഡേറ്റ ഫ്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് ആണ് ചെയ്തത്. എന്നാലും ഈ സർവീസ് ചാർജ് എന്ന് പറയുന്നത് എനിക്ക് അത്രേ ആയുള്ളൂ. അതേപോലെ തന്നെ എൻ്റെ വിസ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തതിന് അധികം എമൗണ്ട് ഒന്നും നമുക്ക് ആയിട്ടില്ല. പല ഏജൻസികളെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി പൈസയാണ് അവർ വാങ്ങിക്കുന്നത്. എന്നാലും ഞാൻ എല്ലാ ഏജൻസിയിലും കുറ്റം പറയുന്നതല്ല, പക്ഷേ എനിക്ക് ഇതൊരു നല്ല ഏജൻസി ആയിട്ട് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾ ഏജൻസി തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ അവരുടെ സ്റ്റാഫിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മെസ്സേജ് ഇട്ടു, നമുക്കൊരു ഡൗട്ടുണ്ട്, ഒരു പൈസ കൊടുക്കുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിലായാലും നമുക്ക് കുറച്ച് ഡൗട്ടുണ്ടെന്ന് വെച്ചോ, നമ്മളപ്പം മെസ്സേജ് ഇടുന്നു, അപ്പോൾ തന്നെ അവർ റിപ്ലൈ തരും. ഇപ്പം നമ്മൾ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ആണ് ഈ മെസ്സേജ് ഇടുന്നതെങ്കിൽ തിങ്കളാഴ്ച രാവിലെ അവരുടെ ഓഫീസ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ അവർ കാണുമ്പോഴത്തേനും നമ്മൾക്ക് അതിൻ്റെ റിപ്ലൈ അവർ തന്നിരിക്കും. അതൊരു ബെനിഫിറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഈ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് കുറേ ടെൻഷനുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് എങ്ങനെയാവും, എൻ്റെ ഈ പ്രോസസ്സിംഗ് ഒക്കെ ശരിക്കാണോ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് കുറേ സംശയങ്ങൾ കാണും. അപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിക്കുമ്പോഴത്തേനും ആ ഡൗട്ടിന് ഇത് കറക്റ്റായിട്ടുള്ള റിപ്ലൈ അവർ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ടെൻഷൻ മാറും. അല്ല എന്നുണ്ടെങ്കിൽ ഇവർ തരുന്നില്ല. എൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയോ, എൻ്റെ ഇത് എത്രയായോ എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും ചില ഏജൻസിക്കാരൊന്നും തിരിച്ച് ഇത് തരത്തില്ല. ഞാൻ ഇത് പറയാനായിട്ട് കാരണം എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു ഏജൻസിയിൽ കൊടുത്തിരുന്നു. അതിൻ്റെ ഏജൻസിയുടെ പേരൊന്നും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല, പക്ഷേ ഞാൻ ഇതിന് മുന്നേ ഒരു ഏജൻസി കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഡേറ്റ ഫ്ലോയ്ക്ക് വേണ്ടി അവരുടെ കയ്യിലാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ ഡേറ്റ ഫ്ലോയുടെ പൈസയൊക്കെ അടച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ 2 ആഴ്ചയായി 3 ആഴ്ചയായി ഞാൻ ചോദിക്കുന്നു, എന്നിട്ടൊന്നും ഒരു റിപ്ലൈ ഇല്ല. അങ്ങനെയാണ് ഞാൻ ആ ഏജൻസിയിൽ നിന്ന് ക്വിറ്റായിട്ട് ഈ ഏജൻസിയിൽ
അടുത്ത ഇൻ്റർവ്യൂവിന് കൊടുത്ത് ഞാൻ കയറി പോരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കങ്ങനെ നമ്മുടെ ഒരു ഡൗട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു ഡൗട്ട് ചോദിക്കണത്. അപ്പോൾ അതിന് റിപ്ലൈ കറക്റ്റായിട്ട് തരാതെ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ടെൻഷനാകും. അതേപോലെ തന്നെ ഈ ഏജൻസിക്കാരുടെ കാര്യം പറയുവാണെങ്കിൽ, നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് വന്നു. അതിനുശേഷം അവർ നമ്മളോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ് നിങ്ങളവിടെ കൊണ്ടുപോകേണ്ടത്. പെട്ടിയുടെ വെയിറ്റ് ഇത്രയേ പാടുള്ളൂ. അപ്പം നിങ്ങൾ ഇന്ന കാര്യങ്ങളെല്ലാം എടുക്കണം. അതേപോലെ നിങ്ങൾ സർട്ടിഫിക്കറ്റിൻ്റെ ഇത്ര സെറ്റ് കോപ്പീസ് കൊണ്ടുപോകണം. ഇതെല്ലാം അവിടെ ആവശ്യം വരും. ഫോട്ടോസ് നിങ്ങൾ കൊണ്ടുപോകണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തന്നിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അതുകൊണ്ട് എനിക്കോ എൻ്റെ കൂട്ടത്തിൽ ഈ ഏജൻസിയിൽ നിന്ന് വന്ന ഒരാൾക്കോ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളോട് പറയുന്നു ഇന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൊണ്ടുവരാം. പക്ഷേ വേറെ ഏജൻസിയിൽ നിന്നൊക്കെ വന്ന കുട്ടികൾ ഇവിടെ വന്നിട്ട് കോപ്പി എടുക്കാനും അതിനും ഇതിനുമൊക്കെ ഓടി നടന്നു. അപ്പം നമ്മളൊരു പുതിയ ഇതിലേക്ക് വരുവാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളോ എവിടെയാണ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മളതെല്ലാം അവർ അറേഞ്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തന്നതിന് ശേഷമാണ് നമ്മൾ എല്ലാം അത് അനുസരിച്ച് നമ്മൾ ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഏജൻസി നല്ല ഒരു ഏജൻസിയാണ്. ഇത് പ്രധാനമായിട്ടും പറഞ്ഞാൽ ഇതൊരു ഡയറക്റ്റ് ഏജൻസിയാണ്. ഇവരുടെ മെയിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത് മുംബൈയിലാണ്. ഇവർക്ക് മുംബൈയിൽ തന്നെ 2 ബ്രാഞ്ചോ എങ്ങാണ്ടുണ്ട്. അതുകൂടാതെ അവർക്ക് ബ്രാഞ്ച് ഉള്ളത് ഹൈദരാബാദുണ്ട്, ബാംഗ്ലൂരുണ്ട്, ചെന്നൈയുണ്ട്. അതേപോലെ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്തുണ്ട്, കൊച്ചിയിലുണ്ട്. ഇതിൻ്റെ എല്ലാ അഡ്രസ്സുകളും കോൺടാക്റ്റ് ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അവിടെ നിന്ന് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അവരുടെ ഇമെയിൽ ഐ ഡിയും ഞാൻ ഇതിൻ്റെ ഒപ്പം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ CV ഷെയർ ചെയ്യുക. അവർ ഒരു പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവർ റിക്രൂട്ട് ചെയ്യുന്നവരെല്ലാം ഈ ജോബിൽ ഗ്യാപ്പ് വന്നിട്ടില്ലാത്തവർ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും. കാരണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ നമുക്ക് ഉറപ്പാണ്, നമുക്ക് കിട്ടുമെന്നുള്ള ഉറപ്പുള്ള അവർ ആ ഒരു CV നോക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും ഈ ആൾ സെലക്ട് ആവുമോ എന്നുള്ളത്. അങ്ങനെയാണ് അവർ മിക്കവരെയും ഈ CV സെലക്ഷൻ നടത്തുന്നത്. അതിന് ശേഷമാണ് നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഏജൻസി ആയിട്ടാണ് തോന്നുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ആ 8 പേരെ പരിചയപ്പെട്ടത്. എന്നാൽ ഞാൻ എൻ്റെ കൂട്ടത്തിൽ അവിടെ നിന്ന് പോകുന്ന സമയത്ത്, ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് 2 പേരാണ്. ഒരാളിപ്പോൾ തബൂക്കിൽ MODയിൽ വർക്ക് ചെയ്യുന്നു. ഒരാളാണെങ്കിൽ നമ്മുടെ ഖാമിസ് മസ്കയാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ റീജിയണിലാണ് വർക്ക് ചെയ്യുന്നത്. അതും MODയുടെ അണ്ടറിലാണ്. 2 പേരും ഇപ്പോൾ കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്നു. ആ ഏജൻസി വഴി വന്നതുകൊണ്ട് അവരും പറയുന്നത് നല്ലതായിരുന്നു. അവരുടെ കൂട്ടത്തിലുള്ളവർക്കും കുട്ടികൾക്കുമൊക്കെ ഈ അക്കോമഡേഷൻ്റെ കാര്യം ഒന്നും അവരുടെ ഏജൻസി പറഞ്ഞു തന്നിട്ടുണ്ടായില്ല. അതുപോലെ തന്നെ ഇവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായി, നിങ്ങൾ പോകുമ്പോഴത്തേനും ഇന്ന കിച്ചണിൽ അത്യാവശ്യം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പൊടി ഐറ്റംസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെന്നും ക്യാഷ് കൊണ്ടുപോകുന്ന കാര്യമൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായി. പക്ഷേ വേറെയുള്ള ഏജൻസികൾ അതുപോലത്തെ ചില ഏജൻസികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി. എന്നാൽ ഭൂരിഭാഗം പേരും ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ പിള്ളേർ ഇവിടെ വന്നിട്ട് കുറേ പേര് ഒക്കെ ബുദ്ധിമുട്ടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ പൈസ ഉള്ളായിരുന്നുകൊണ്ട് അത് ഷെയർ ചെയ്തും ഒക്കെ നമ്മൾ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടാതെ നമ്മളിപ്പോൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി, എല്ലാം ഓക്കെ ആയി. നമ്മുടെ വിസ വന്നു, ടിക്കറ്റ് വന്നു. ടിക്കറ്റ് വരുന്ന സമയത്ത് അവർ നമ്മളോട് പറയും, ഈ ടിക്കറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് പോകാനായിട്ട് ഇന്ന കുട്ടികളുണ്ട്, അവരുടെ കോൺടാക്റ്റ് നമ്പർ ഒക്കെ അവർ നമുക്ക് ഒപ്പിച്ച് തന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഞാൻ ഫ്ലൈറ്റിൽ കയറാനായിട്ട് സമയമായപ്പോഴോ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 കുട്ടികൾ, വേറെ ഇങ്ങോട്ടേക്ക് പോരാനുള്ള 2 കുട്ടികൾ. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്തൊന്നും എനിക്ക് അവരെ അറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം പോരാൻ സമയമായപ്പോഴേക്കും അവർ നമുക്ക് കോൺടാക്റ്റ് നമ്പർ തന്നു. ഒരാഴ്ച മുന്നേ കോൺടാക്റ്റ് നമ്പർ തന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏജൻസി നല്ലൊരു ഏജൻസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വേറൊരു ഏജൻസിനെയാണ് കണ്ടിട്ടുള്ളത് എങ്കിൽ അതിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞതുപോലെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ലൈസൻസ് ഉള്ള ഒരു ഏജൻസി മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാവുള്ളൂ. ഒരു ചതിക്കുഴിയിലും ഒരു കാര്യങ്ങളിലും നിങ്ങൾ ചെന്ന് പെട്ടേക്കരുത്. അതുകൊണ്ട് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. കാരണം ഇപ്പം നമുക്കറിയാം കുറേ ഇങ്ങനെ
പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് ഫേക്ക് വിസയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ നേഴ്സുമാരുടെ കാര്യത്തിൽ അത് അധികം ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഒരു ഫോൾട്ട് വഴി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫായിട്ടൊക്കെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയൊക്കെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് എൻക്വയറി ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ പുതിയ പുതിയ വീഡിയോസുമായിട്ട് എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. എൻ്റെ ജോലി തിരക്കിനിടയ്ക്കും ഞാൻ സമയം കണ്ടെത്തിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.